നിയമസഭയിൽ ഉന്നയിച്ച നക്ഷത്രത്തിൻ്റെ മറ്റോ പല ചോദ്യങ്ങളും ഒഴിവാക്കി എന്നുള്ളൊരു ആരോപണം വരുന്നുണ്ട്. ശ്രദ്ധപ്പെട്ടിരുന്നോ? താങ്കളുടെ ചോദ്യങ്ങളൊക്കെ മാറ്റിയിരുന്നോ? അല്ല, നക്ഷത്രചിഹ്നമിട്ട ചോദ്യം വന്നാൽ എന്താ സ്ഥിതി? സഭയിൽ അതിന് മന്ത്രിമാർ മറുപടി പറയണം. അപ്പോൾ നക്ഷത്ര ചിഹ്നമിട്ട് എന്ന് കാറ്റഗറിയിൽ ഒരു MLA കൊടുക്കുന്ന ചോദ്യത്തിന് അങ്ങനെ തന്നെയാണ്. അത് മാറ്റാനുള്ള അധികാരം സ്പീക്കറുടെ ഓഫീസിനില്ല. സ്പീക്കറുടെ ഓഫീസ് അത് വെട്ടിയിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി അത് കടലാസ് പെട്ടിയിലാക്കിയിട്ട് സ്പീക്കറുടെ ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലും വെക്കുന്ന രീതിയല്ല. നക്ഷത്ര ചിഹ്നമിടുന്ന ചോദ്യം ഉന്നയിച്ചാൽ അത് സഭയിൽ വരണം. കൺസേൺഡ് മിനിസ്റ്റർ അതിന് ആൻസർ പറയണം. അത് ഒരു സാമാജികനുള്ള മിനിമം അധികാരമാണ്, അവകാശമാണ്. അതാണ് ഇപ്പോൾ കാറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഫോൺ കോളുകൾ എന്ന പരാമർശമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മഞ്ചേരി പോലീസ്. അരീക്കോട് MSP ക്യാമ്പുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പരാമർശങ്ങൾ അതിനെ എനിക്കറിയില്ല. ഇനിയിപ്പോൾ പോലീസ് പറയുമ്പോഴല്ലേ അറിയുള്ളൂ എന്താണ് പരാതി എന്നറിയില്ല. കേസെടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ടും IT ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഈ അരീക്കോടിൽ അതായത് ഒഫീഷ്യൽ സർക്കാരിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ പുറത്തുവിട്ടു. വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളെന്ത് സീക്രട്ടാണ് പുറപ്പെട്ട് അവിടെ ഇവർ ഫോൺ ചോർത്തുന്നുണ്ട്. ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നാലേ അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിൻ്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ? നോക്കാം നമുക്ക്. ഇന്നലെയല്ലേ 30-ാം ദിവസം? ഇന്നലെ 30-ാം ദിവസമാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് 30 എന്തായാലും ആണ്. നോക്കാം. ഇന്നാണെങ്കിൽ രാത്രി 12 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോഴല്ലേ 30 ദിവസം കംപ്ലീറ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പം എല്ലാവരോടും മഞ്ചേരിയിലേക്ക് എത്താൻ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് എല്ലാവരും, ജനങ്ങളിത് കാണുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ട സഖാക്കൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക പറ്റിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചാണ്. അപ്പോൾ എന്നെ കുറ്റവാളിയാക്കി ജയിലിലടക്കാനാണ് ഈ പറയുന്ന പാർട്ടി ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട സഖാക്കൾ പ്രത്യേകം ആ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന റിസ്കുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം 6-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിലെ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഒന്നും ഒരു പോസ്റ്റർ പോലും ചിലപ്പോൾ നിങ്ങൾ കാണില്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ടില്ല. ഒന്നാമൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ ജനങ്ങൾ സ്വയം തയ്യാറായി വരികയാണ്. അവർ സ്വയം പിരിവെടുത്ത് പോസ്റ്റർ അടിക്കുന്നു. ഇപ്പം ഇതിൽ വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന പല സ്ഥലങ്ങളിലും കൊടി കെട്ടുന്നു എൻ്റെ ചിത്രം വെച്ചുകൊണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു അതാണ്. ഞാൻ പബ്ലിക്കിൻ്റെ റെസ്പോൺസാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഞാനീ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ജനം ഇതിൽ ഒരുമിച്ച് ചേർന്നാൽ ആ ജനത്തിനോടൊപ്പം ഒരു അണിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിടത്ത് തന്നെ എപ്പോഴും ഞാൻ നിൽക്കുന്നത്. നിങ്ങളോട് 50 കസേര എന്ന് പറയുമ്പോഴും അവിടെ 25,000 ആൾ പങ്കെടുക്കുമെന്ന് എനിക്കറിയാം. അപ്പം 50 കസേര പറയുന്നതാണല്ലോ, അത് കേൾക്കുമ്പോൾ മറ്റൊരു സുഖം ഉണ്ടാവും, ഒരു സമാധാനം. ആ സമാധാനം വെറുതെ അവരെ കെടുത്തിട്ടുണ്ടല്ലോ. വൈകുന്നേരം വരെ ആ സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ സമാധാനം കെടുത്താനുള്ള തീരുമാനമാണ്. അതുകൊണ്ടാണ് 1 ലക്ഷം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ആ 1 ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരം അതാണ്. ഇതൊരു എന്താ പറയുക, ഇതൊരു ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയുന്നത്. ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. RC എന്ന് പറയുന്ന സാധനം നാട്ടിലില്ല. ഈ വാഹനവുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട 10,000-കണക്കിന് ആളുകൾ എത്രയോ കാലമായിട്ട് പട്ടിണിയിലാണ്. അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയി. അശാസ്ത്രീയമായ ടാക്സ് കാലം. നാഷണൽ പെർമിറ്റ് ലോറികൾ മുഴുവൻ പുറത്തേക്ക് പോയി. ഇന്നലെ പിടിച്ചൊരു പ്രധാന വിഭാഗം അതാണ്. അപ്പം അതോടൊപ്പം തന്നെ ഈ ടൂ വീലർ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. എന്ത് ടൂ വീലർ? ഏറ്റവും കൂടുതൽ ഈ പോലീസ് ഹറാസ് ചെയ്യുന്ന ഈ ടൂ വീലർ യാത്രക്കാരെയാണ്. അപ്പോൾ അവർ വിളിച്ചിരുന്നു. നമ്മുടെ പാർട്ടിയുടെ നയരേഖയിൽ ആ വിഷയമെന്ന് ഉൾപ്പെടുത്തി അവർക്കൊരു പ്രൊട്ടക്ഷൻ, ഈ പോലീസ് കാണിക്കുന്ന അനീതിയിൽ നിന്നൊരു
പ്രൊട്ടക്ഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ ടൂ വീലേഴ്സിനെയും പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അന്യായമായ പീഡിപ്പിക്കലിലും അന്യായമായ ഫൈനിടുന്നതിനും എതിരെയുള്ള ഒരു പ്രതിരോധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീർക്കാൻ ടൂ വീലേഴ്സ് റൈഡേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് അതിന് പ്രൊട്ടക്ഷൻ ഫോറം ഉണ്ടാക്കാൻ ഉള്ള തീരുമാനവും ഈ ഞായറാഴ്ചത്തെ വിഷയത്തിൽ നമ്മൾ പറയാൻ പോവുകയാണ്. ഇത് സാധാരണക്കാരൻ്റെ വാഹനമാണ്. ആകെ 10 റുപ്യക്കും 12 രൂപ 12,000 രൂപക്കും ജോലി ചെയ്യുന്നവന് 1000, 2000, 3000 ഫൈൻ അടച്ചാൽ ഇത് എവിടെ എത്തും? അപ്പോൾ അത്തരം വിഷയങ്ങൾ ജനങ്ങളെ താഴെ തട്ടിൽ തട്ടുന്ന വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. അതുതന്നെയാണ് ഇതൊരു ജനകീയ മുന്നേറ്റമാകുമെന്ന് പറയുന്നത്.